മനസ്സിനുള്ളിൽ ഒരിക്കലും മായാത്ത അത്ഭുത കാഴ്ചകൾ സമ്മാനിക്കുന്ന പെരുമ്പാവൂരിലെ മറൈൻ എക്സ്പോയ്ക്ക് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. പെരുമ്പാവൂരിലുള്ള ജനങ്ങൾ ഈ ഷോയെ വളരെ ആവേശത്തോടെയാണ് സ്വീകരിച്ചു കഴിഞ്ഞിട്ടുള്ളത്. ഇന്ത്യയൊട്ടാകെ അറിയപ്പെടുന്ന ബാംഗ്ലൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന A2Z ഇവന്റ്സ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന കമ്പനി ഫൺ വേൾഡുമായി ചേർന്നാണ് ഇത്തരത്തിലുള്ള ഒരു മേള പെരുമ്പാവൂരിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിന്റെ അമരക്കാരൻ MK നായർ അല്ലെങ്കിൽ നായർ സാബ് എന്നറിയപ്പെടുന്ന മലയാളിയായ ശ്രീ MK അപ്പുട്ടൻ നായരാണ്. ഇന്ത്യയിലെ എക്സിബിഷനുകളിൽ പുതുമയുള്ള റൈഡുകളും ഷോകളും കൊണ്ടുവന്നത് MK നായരുടെ കമ്പനിയാണ്. കടലിനടിയിലെ അത്ഭുത കാഴ്ചകൾ, കടലിനടിയിലെ മായ കാഴ്ചകൾ കടലിനുള്ളിലൂടെ തന്നെ നടന്ന് കാണുന്ന പ്രതീതിയാണ്. ആ പ്രതീതി കാണികളിൽ ഉളവാക്കാൻ കഴിയുന്നു എന്നതാണ് ഈ ഷോയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടുത്തെ ടണൽ അക്വേറിയമാണ് ഇവിടെ കാണികളുടെ ഏറ്റവും വലിയ ആകർഷണീയതയും ശ്രദ്ധാ കേന്ദ്രവും. ഏകദേശം 200 അടിയോളം നീളമുള്ള ഒറ്റ ഗ്ലാസിൽ തീർത്ത ടണൽ അക്വേറിയമാണ് ഇവിടെയുള്ളത്. വളരെ ലൈവായാണ് കടലിനടിയിലെ കാഴ്ചകൾ ഇവിടെ വരുന്നവർ കാണുന്നത്. ആളുകൾ വളരെയധികം അത്ഭുതത്തിലും ആവേശത്തിലുമാണ്. സാധാരണ വിദേശ രാജ്യങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഇത്തരം ഷോകൾ കേരളത്തിലെ ജനങ്ങൾക്കും കാണാൻ കിട്ടുന്ന ഏറ്റവും വലിയ അവസരത്തെ ജനങ്ങൾ വളരെയധികം സന്തോഷത്തോടെ ഏറ്റെടുത്ത് കഴിഞ്ഞതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുടുംബത്തോടൊപ്പം വന്നാണ് ആളുകൾ ഈ ഷോ കാണുന്നത്. അവർ തന്നെയാണ് ഈ ഷോയുടെ ഏറ്റവും വലിയ ഉപഭോക്താക്കളും. അവർ തന്നെയാണ് മറ്റുള്ളവരിലേക്ക് ഈ ഷോയുടെ പ്രാധാന്യത്തെ എത്തിക്കുന്നത്. കുട്ടികൾക്കായി വളരെ വിപുലമായ അമ്യൂസ്മെന്റ് പാർക്കുകൾ, മറ്റ് റൈഡുകൾ എല്ലാം തന്നെ ഇവിടെ സജ്ജമാണ്. വെറും 150 രൂപ ടിക്കറ്റ് നിരക്കിൽ, GST ഉൾപ്പെടെ 150 രൂപ ടിക്കറ്റ് നിരക്കിൽ ഏതൊരു സാധാരണക്കാരനും എടുക്കാൻ താങ്ങാവുന്ന അത്ര വളരെ ചെറിയൊരു റേറ്റിലാണ് ഇവിടുത്തെ ടിക്കറ്റ് നിരക്ക്. ഇത് ഒരു പ്രദർശന സാമ്രാജ്യമാണ് 150 രൂപയ്ക്ക് കാഴ്ചക്കാർക്ക് മുന്നിൽ തുറന്നു കിട്ടുന്നത്. എല്ലാവരും കുടുംബത്തോടൊപ്പം തന്നെ വന്ന് ഈ ഷോയെ കണ്ടാണ് ഈ ഷോയെ വിജയിപ്പിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് APJ അബ്ദുൾ കലാം ലൗഞ്ചിലാണ്. അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു സംക്ഷിപ്ത വിവരണമാണ് ഈ ലൗഞ്ചിനകത്തുള്ളത്. അദ്ദേഹത്തിന്റെ ജനനം മുതൽ അദ്ദേഹത്തിന്റെ എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ നേട്ടങ്ങൾ, അദ്ദേഹത്തിന്റെ എല്ലാവിധ സംഭാവനകളും പ്രതിപാദിക്കുന്ന ഒരു APJ അബ്ദുൾ കലാം ലൗഞ്ചിലേക്കാണ് നമ്മളിപ്പോൾ കടക്കുന്നത്. റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് സജ്ജമാണ്. കാട്ടിലെ കാഴ്ചകളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. വന്യമൃഗങ്ങളുടെ ശബ്ദവും കാട്ടിലെ ഏകദേശപ്പെട്ട എല്ലാ മൃഗങ്ങളും പക്ഷികളും ഇവിടെ സജ്ജമാണ്. ഇതൊക്കെ വളരെയധികം കുട്ടികളെ ആകർഷിക്കുന്ന കാഴ്ചകളാണ്.
പെട്ടെന്നൊരു വനത്തിലകപ്പെട്ട ഒരു പ്രതീതിയാണ് ഇതിനകത്ത് കടക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുക. കുട്ടികളൊക്കെ വളരെ തെളിട്ടാണ്. മൃഗങ്ങളുടെ യഥാർത്ഥ ശബ്ദമാണ് ഇവിടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാട്ടിലെ മൃഗങ്ങളായ കാട്ടാന, കാണ്ടാമൃഗം, കാട്ടുപോത്ത്, കാണ്ടാമൃഗം, കടുവ, കരടി തുടങ്ങിയ വന്യമൃഗങ്ങളുടെ യഥാർത്ഥ ശബ്ദമാണ് ഇവിടെ പ്രതിധ്വനിച്ച് കേൾക്കുന്നത്. ഇതാണ് ഇവിടുത്തെ ടണൽ അക്വേറിയം. ഈ അക്വേറിയമാണ് ഇവിടുത്തെ ശ്രദ്ധാകേന്ദ്രം. ഏറ്റവും കൂടുതൽ കാണികളെയും ജനങ്ങളെയും കാഴ്ചക്കാരെയും അട്രാക്ട് ചെയ്യുന്നത് ഈ ടണൽ അക്വേറിയമാണ്. ഇവിടുത്തെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഒരു മായിക പ്രപഞ്ചത്തിനകത്ത് നമ്മൾ ആയി പോകും പോലെയാണ്. കടലിനകത്ത് തന്നെ നമ്മൾ നിൽക്കുമ്പോഴാണ്. മത്സ്യങ്ങളൊക്കെ നമ്മുടെ കൈവിരൽ തുമ്പിലൂടെ ഓടി മറയുന്ന കാഴ്ചകളാണ്. വളരെയധികം അപൂർവമായ കടൽ ജീവികൾ ഉൾപ്പെടെയുള്ള എല്ലാ കടലിനടിയിലുള്ള നമ്മൾ ഒരിക്കലും കണ്ടു പരിചയമല്ലാത്ത ജീവികൾ ഉൾപ്പെടെയുള്ള മത്സ്യങ്ങളായിരുന്നാലും നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന തരത്തിലുള്ള കാഴ്ചകളാണ് ഇതിലുള്ളത്. ഇതൊരു ഒറ്റ ഗ്ലാസ്സിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു ടണലാണ്. ഏകദേശം 200 അടിയോളം നീളമുണ്ട്. വളരെ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് കടലിനടിയിലൂടെ തന്നെ നമ്മൾ നടന്നു പോകുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് പോലെ കടൽ വെള്ളം പോലെ തന്നെയാണ്. വെള്ളത്തിനകത്ത് നിന്ന് നമ്മളും വെള്ളത്തിനകത്ത് അകപ്പെട്ടു പോകുന്ന ഒരു പ്രതീതിയാണ്. ഇവിടെയാണ് കാഴ്ചക്കാർ അത്ഭുത സ്തബ്ധരായി പോകുന്നത്. ഇപ്പോഴാണ് ഇതൊരു ഫൺ വേൾഡ് ആയിത്തീരുന്നത്. ഇതൊരു അത്ഭുത കാഴ്ചകളുടെ ഒരു മാന്ത്രിക ലോകമായി തീരുന്നത് ഈ ടണലിനകത്ത് കയറുമ്പോഴാണ്. പേരെന്താണ്? ഇത് ആദ്യമായിട്ടാണോ ഇവിടെ ഈ പ്രദർശനം? ഞങ്ങൾ ഫാമിലി ആയിട്ട് മുമ്പ് വന്നിരുന്നു. പിന്നെ ഈ ഒന്നും കൂടെ കാണാൻ വേണ്ടിയിട്ടാണ് പിന്നെ വന്നത്. എങ്ങനെയുണ്ട് ഇവിടുത്തെ കാഴ്ചകൾ? പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ഇത്രയും ഫിഷ് ഉള്ള ഒരു അക്വേറിയം പോലത്തെ ഒരു സംഭവം വേറെ ഒരു ഇതിലും കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്രയും മീനുകൾ ഇങ്ങനെ നമ്മുടെ തലയ്ക്ക് മേളിലൂടെ ഇങ്ങനെ കടന്നു പോകുന്ന പോലെയുള്ള കാഴ്ച ആദ്യമായിട്ടാണ്. 150 രൂപയാണോ ടിക്കറ്റ് ചാർജ്? അതെ, 150 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് കാഴ്ചകൾ ഒത്തിരി കാഴ്ചകളുണ്ട്. 150 രൂപ ഒരിക്കലും ഒരു നഷ്ടമാണെന്ന് പറയാൻ പറ്റൂല.
ഏറ്റവും കുറഞ്ഞ റേറ്റ് എന്നേ പറയാൻ പറ്റുള്ളൂ. എന്താണ് ഈ മേളയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് ചോദിച്ചാൽ? ഏറ്റവും വലിയ പ്രത്യേകത ഈ അക്വേറിയം തന്നെയാണ്. ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ഒന്നും കൂടെ വന്നത് തന്നെ. ഓക്കെ, താങ്ക് യു. കാഴ്ചകൾ കാണാനായി എത്തുന്നവർക്കായി വളരെ വിപുലമായ ഷോപ്പിംഗ് സൗകര്യങ്ങളുണ്ട്. വളരെ വിപുലമായ, വളരെ വിലക്കുറവിൽ, വളരെ ലോകോത്തര ബ്രാൻഡുകളുടെ സാധനങ്ങളാണ് ഈ ഷോപ്പിംഗ് മോളിലൂടെ കിട്ടുന്നത്. അതിനുശേഷം വളരെ രുചികരമായ ഭക്ഷണ പദാർത്ഥങ്ങൾ കിട്ടുന്ന ഫുഡ് കോർട്ട് ഉണ്ട്, ബുക്ക് സ്റ്റാൾ ഉണ്ട്, ഫുഡ് കോർട്ട്. ഇതൊക്കെ ഈ ഷോയുടെ പ്രത്യേകതയാണ്. പിന്നെ കുട്ടികൾക്കായി പാർക്കുണ്ട്. നല്ല അമ്യൂസ്മെന്റ് ആയിട്ടുള്ള പാർക്കാണ് ഇവിടെ ഉള്ളത്. കോഴിക്കോടൻ അലുവ, മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം തന്നെ, അച്ചാറുകളെല്ലാം തന്നെ ഒരു കുടക്കീഴിൽ അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും തന്നെ ഷോപ്പിംഗ് മാളിലൂടെ ലഭ്യമാണ്. വളരെയധികം ഉത്തരവാദിത്തോടു കൂടിയാണ് എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്തിട്ടുള്ളത്. എല്ലാത്തിനും ഒരു അടുക്കും ചിട്ടയും ഇവിടെ കാണാം. ഒരു ഉത്സവ പ്രതീതിയാണ് ഇവിടെ വരുന്നവർക്ക് അനുഭവപ്പെടുന്നത്. 150 രൂപ ടിക്കറ്റ് നിരക്കിൽ കയറുന്ന എല്ലാവരും തന്നെ വളരെയധികം സംതൃപ്തിയോടുകൂടിയാണ് ഇവിടെ നിന്ന് മടങ്ങുന്നത്. നമുക്ക് അവരോട് തന്നെ ഈ മേളയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ചോദിച്ചറിയാം. എന്റെ പേര് ക്രിസ്. എവിടെ താമസം? ഇവിടെ അടുത്താണോ? പെരുമ്പാവൂർ തന്നെയാണ്. എങ്ങനെയുണ്ട് ഷോ? ആദ്യമായിട്ടാണോ ഷോയ്ക്ക് വരുന്നത്? ആദ്യമായിട്ടാണ് വന്നത്. നല്ല രസമുണ്ട്, നല്ല എന്റർടൈൻമെന്റ് ആണ്. ഫാമിലി ഒക്കെ ആയിട്ട് വന്ന് കളിക്കാനൊക്കെ എന്നാ
നല്ല രസമാണ്. ഇവിടുത്തെ ഗെയിംസ് ഒക്കെ അടിപൊളിയാണ്. അപ്പൊ ഇനി ആൾക്കാർ വന്ന് ഇതൊക്കെ കാണണം. ഇതൊക്കെ വിദേശ രാജ്യങ്ങളിൽ മാത്രം കാണുന്ന കാഴ്ചകളല്ലേ ഇവിടെ നമുക്ക് കേരളത്തിൽ കാണാൻ കഴിയുന്നത്. നിങ്ങൾക്ക് ടണലക്കോറി എങ്ങനെ ഉണ്ടായിരുന്നു മോനെ? മീനൊക്കെ തൊട്ടടുത്ത് കാണുന്ന പ്രതീതി ഉണ്ടായിരുന്നു അല്ലേ? അപ്പൊ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ കൂട്ടിന് വരുമല്ലോ. ഓക്കെ.